ഭഗവാൻ ശ്രീകൃഷ്ണനും ഭക്തനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ 30-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സച്ച മേന പ്രണശ്യതി എന്ന് പറഞ്ഞാൽ, ഏതൊരുവൻ എന്നെ എല്ലായിടത്തും കാണുകയും എല്ലാത്തിനെയും എന്നിലും കാണുകയും ചെയ്യുന്നുവോ അവൻ എന്നിൽ നിന്നും ഞാൻ അവനിൽ നിന്നും ഒരിക്കലും പിരിയുന്നില്ല. അതായത് കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി, അതായത് കൃഷ്ണ കോൺഷ്യസ്നസ്, അങ്ങനെ കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും എല്ലായിടത്തും ഭഗവാനെ തന്നെയാണ് കാണുന്നത്, അല്ലേ? എല്ലാം കൃഷ്ണനിലും കാണുന്നുണ്ട്. എല്ലായിടത്തും ആ ഒരു വ്യക്തിക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നു. ഭഗവാന്റെ ഊർജത്തിൻ്റെ പ്രകടനമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുന്നു. ഭഗവാനില്ലാണ്ട് യാതൊന്നും നിലനിൽക്കില്ല. ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും സാരം. ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ അടിസ്ഥാന തത്വം. അങ്ങനെ കൃഷ്ണാവബോധമുള്ള ആ ഒരു ഘട്ടത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും ഭക്തൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറുന്നില്ല, അല്ലെങ്കിൽ മറയുന്നില്ല. ഭക്തനും അതുപോലെ തന്നെയാണ്. കാരണം ഭക്തൻ്റെ ഹൃദയത്തിലാണ് ശ്യാമസുന്ദര നിത്യരൂപത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യപ്പെടുന്നത്.